ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ 2024 ക്ലീയുടെ 5 ഇയർ എക്സാം കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അതിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതിയത് എങ്ങനെ, നിങ്ങളുടെ കട്ട് ഓഫ് എത്ര വേണ്ടി വരും, എത്ര സ്കോർ ഉണ്ടെങ്കിലാണ് മികച്ച ലോ കോളേജിൽ കയറി, ഇതൊക്കെയായിരിക്കും ആകാംക്ഷയുടെ നിമിഷങ്ങൾ. പക്ഷേ ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീം ഈസ് വെരി ഹാപ്പി, വെരി ഗ്ലാഡ്. നമ്മൾ കണക്ക് കൂട്ടിയതിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ ജനറൽ ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിൽ ഈ എക്സാമിനെ വളരെ ഈസിയായ ഒരു എക്സാം എന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. നമ്മളുടെ കുട്ടികൾ വളരെ സന്തോഷത്തോടെ ഗൈഡിലുള്ളതും ക്ലാസ്സിലെടുത്തതും മോക്ക് ടെസ്റ്റുകളിലും കാണിച്ചു കൊടുത്ത മോഡലുകളും സമാനമായ ഒരുപാട് അതേപോലെയുള്ള ക്വസ്റ്റ്യൻസും വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു അനാലിസിസിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇതൊരു പ്രവചനമല്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. ഇതൊരു കൃത്യമായ ഈ സ്കോർ കിട്ടിയ ആൾ കയറും എന്നുള്ളതിനല്ല. വി ആർ ഓൾ എ ടീം. നിങ്ങൾ എഴുതിയവരും മെൻറ്റർ ചെയ്ത നമ്മളും ഒക്കെ കൂടെ ഈ പരീക്ഷയൊന്ന് എന്താണ് നടന്നത് എന്ന് വിലയിരുത്തുന്നു. ഏതായാലും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കീസ് പുറത്തു വരും, അതിനടുപ്പിച്ച് തന്നെ റിസൾട്ടും വരും. ആ റിസൾട്ടിൽ വരുന്ന സ്കോറാണ് സത്യത്തിൽ നിങ്ങളുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത്രയും അധികം കുട്ടികളോട് ഇത്രയും കാലം ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ കടന്നുപോയ ജോബ് സെക്യൂർഡ് ടീം ഓരോരുത്തരായി നിങ്ങൾക്ക് ഇതിലെ ഓരോ സെക്ഷനിൽ വന്ന ചോദ്യങ്ങളും അതിനെ എങ്ങനെയായിരിക്കാം ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി എന്നും, അപ്പോൾ എങ്ങനെ പോയിരുന്നെങ്കിൽ അതിൽ എളുപ്പമാകുമായിരുന്നു, മോഡൽ വേരിയേഷൻ ഉണ്ടായോ, പാറ്റേൺ വേരിയേഷൻ ഉണ്ടായോ, സമയക്കുറവുണ്ടായോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ജോബ് സെക്യൂർ ടീമിൻ്റെ ഒരു ജനറൽ ഇവാലുവേഷൻ പറഞ്ഞാൽ, ഹൗ വിൽ യു ക്ലാസിഫൈ ദിസ് എക്സാം ഇഫ് യു ആസ്ക് us ആൻഡ് ദ ഫീഡ്ബാക്ക് ഫ്രം ദ സ്റ്റുഡൻസ്. ഇത് മുഴുവൻ ഞങ്ങളെ 100ഓളം അല്ലെങ്കിൽ 200ഓളം കുട്ടികൾ വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞതിൻ്റെ പ്രതിഫലനമാണ് ഷെയർ ചെയ്യുന്നത്. എക്സാം നമുക്ക് ഒരു ഈസി എന്ന കാറ്റഗറിയിലാണ് കാണുന്നത്. ഈസി ആവാൻ ഒരു പ്രധാന കാരണമുണ്ട്. 200 ക്വസ്റ്റ്യൻ എന്നുള്ളത് 120ലേക്ക് വന്നതുകൊണ്ട് സമയം കുറച്ച് അധികം കിട്ടി എന്ന് തന്നെയാണ്. കുറച്ചധികമല്ല, ആവശ്യത്തിലുണ്ടായിരുന്നു. സമയത്തിൻ്റെ പ്രഷർ റിലീസായി. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞുകൊണ്ട് സമയത്തിൻ്റെ പ്രഷർ റിലീസായത് എക്സാം ഈസി ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതിലൊരു പ്രധാന കാരണമാണ്. രണ്ടാമത് മനസ്സിലാക്കുന്നത്, വളരെ ജനറലായിട്ടുള്ള എന്നാൽ ലീഗലിൽ ഞാൻ കേട്ടതും എനിക്ക് തന്ന കുട്ടികൾ പറഞ്ഞതും കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ജോബ് സെക്യൂർ ലോ എമിനൻസ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഇംഗ്ലീഷ് എന്ന ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ ആൻറ്റോണിമിലും സിനോണിമിലും ഇഡിയംസിലൊക്കെ ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ സമയം കൂടുതൽ കിട്ടിയതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് കൂടിപ്പോകുന്നുണ്ടോ എന്ന് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളൊന്ന് വിലയിരുത്തണം. അപ്പോൾ ഒരു ജനറൽ അസംഷൻ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഒരു 85+ ക്വസ്റ്റ്യൻസ് ശരിയാക്കിയ ഒരാൾ ഒരു സ്കോർ നോക്കുകയാണെങ്കിൽ 250+, 250-ൽ, കാരണം 360-ലാണല്ലോ നമ്മളെ സ്കോർ, 250-ൻ്റെ മേലെ സ്കോറുള്ള ഒരാൾ ഓൾമോസ്റ്റ്, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു പ്രവചനമല്ല, ഒരു നിഗമനമാണ്, 250-ൻ്റെ മേലെയുള്ളത് ഓൾമോസ്റ്റ് നമുക്ക് സീറ്റ് കൺഫേം ചെയ്യാം. ഞാനിത് പറയുന്നത് ഒരു 70-75% ക്വസ്റ്റ്യൻസിൻ്റെ മേലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കുട്ടികൾ ചെയ്തത് എബവ് 85 ക്വസ്റ്റ്യൻസ് നമുക്ക് വേണം. അപ്പോൾ ഒരു ആകെ 60 ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് റിസ്ക്കാണ്. കാരണം ഞാനിതൊരു ശതമാനക്കണക്കിലാണ് പറയുന്നത്. 120 ക്വസ്റ്റ്യൻ്റെ 80% നമ്മൾ ശരിയാക്കി എടുത്താൽ, വലിയ നെഗറ്റീവും വന്നില്ലെങ്കിൽ ഈ പരീക്ഷയിലെ സ്കോറ് നിങ്ങൾക്ക് സേഫ് ആകും എന്നതാണ് നമ്മളുടെ ആദ്യ റൗണ്ട് നിഗമനം. ഇനി ഓരോ സെഗ്മെൻറ്റിൽ ഏതായിരുന്നു ഈസി, എന്തുകൊണ്ടാണ് ആ ഒരു കട്ട് ഓഫിലേക്ക് പോയത് എന്നുള്ളതാണ് ജോബ് സെക്യൂർ ടീമിലെ ഓരോ ഫാക്കൽറ്റിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എൻ്റെ ജോബ് സെക്യൂറിലെ ഡിയർ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ 10 ഇരട്ടിയാണ് എൻ്റെ പ്രിയ കുട്ടികളെ. നമ്മളുടെ യൂട്യൂബ് ചാനൽ കണ്ടവരോ റിസോഴ്സ് ഉപയോഗിച്ചവരോ മോക്ക് എഴുതിയവരോ എല്ലാവരുമായ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെടുത്ത എഫേർട്ടിനുള്ള ഒരു നല്ല റിഫ്ലക്ഷൻ ഉണ്ടായി എന്നതാണ് ഈ പരീക്ഷയുടെ ഒരു സ്വഭാവം. അപ്പം മോക്ക് സ്വാഭാവികമായും ജോബ് സെക്യൂർ ഒരു മോക്ക് കുറച്ച് ലെവൽ കൂട്ടിയിട്ടും കുറച്ച് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളും പുതിയ നിയമങ്ങൾ ചോദിച്ചാലോ എന്നുള്ള ഒരു അസംഷനിലൊക്കെ ഒരു ലെവൽ കൂട്ടി ഓൾ കേരള മോക്ക് ജോബ് സെക്യൂർ നടത്തിയിരുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? നമ്മൾ ഏകദേശം ഒരു 200 കിലോ വെയ്റ്റ് ലിഫ്റ്റ് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് അത് 100 കിലോൻ്റെ വെയ്റ്റ് ലിഫ്റ്റിലേക്ക് വരുമ്പോൾ ടെക്നിക്കുകൾ മാറുമെങ്കിലും നമ്മൾക്കൊരു ഈസ് ഫീൽ ചെയ്യും.
ആ ഒരു ഈസ് ഫീൽ ചെയ്തു എന്ന് നമ്മളുടെ മോക്കെടുത്ത കുട്ടികൾ ഇപ്പോൾ വിളിച്ച് പറയുമ്പോൾ നമ്മളെടുത്ത എഫേർട്ടിന് ഒരുപാട് സന്തോഷം തോന്നുന്നു. ലീഗലിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻ്റെ പ്രതിഫലനങ്ങളാണ് ഞാൻ നിങ്ങളോട് അടുത്ത 5 മിനിറ്റിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ലീഗലിൽ എനിക്ക് തോന്നുന്നു നിങ്ങളും ചിരിക്കാനാണ് സാധ്യത അല്ലേ? ലീഗൽ ഏരിയ ചെയ്തവർ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നെങ്കിൽ പോലും ഇത്തവണ വന്നതിൽ വെച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നു. ധാരാളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അത്ര വന്നില്ല എന്ന് തോന്നുന്നതിൽ തെറ്റില്ല കുട്ടികളെ. കാരണം നമുക്ക് ഏകദേശം 200-ൽ നിന്ന് 80 ക്വസ്റ്റ്യൻ പോയല്ലോ. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പെർസെൻറ്റേജ് ഡ്രോപ്പ് ലീഗലിൽ ഉണ്ടായതുകൊണ്ട് കറസ്പോണ്ടിങ്ങിലി കോൺസ്റ്റിറ്റ്യൂഷന് കുറയും. പക്ഷേ മിനിമം ഏജ് ഓഫ് പ്രസിഡൻറ്റ് ചോദിച്ചു. ആർട്ടിക്കിൾ 79 പാർലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രസിഡൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് പാർലമെൻറ്റ്. അതിനെ പറ്റിയാണ് ചോദ്യം വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിൻ്റെ റിട്ടയർമെൻറ്റ് ഏജിനെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായി എന്ന് പറയുന്നു. ഡിപ്പൊണൻറ്റ്, അബേറ്റ്മെൻറ്റ്, റിപ്പൻജൻസി, ഇത്തരം വാക്കുകളുടെ അർത്ഥം എന്ത്? എൻ്റെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, എനിക്ക് തോന്നുന്നു എബേറ്റും എബറ്റ്മെൻറ്റും ആണ് ആദ്യം തന്നെ വന്ന ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ലീഗൽ ടേംസ്. ആർട്ടിക്കിൾ 17 പാർഡനിങ് പവറിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആര് എന്ന് ചോദിച്ചു എന്ന് മനസ്സിലാക്കുന്നു. കോൺട്രാക്റ്റ് വിത്ത് മൈനർ വോയിഡ് ആണോ വോയിഡബിൾ ആണോ? ഇപ്പോൾ കോൺട്രാക്റ്റ് എന്ന് ചോദ്യം വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടെഫ്റ്റ് ഏത് തരം പ്രോപ്പർട്ടിയുമായിട്ടാണ്? മൂവബിൾ ആണോ ഇമ്മൂവബിൾ ആണോ? അങ്ങനെയായിരിക്കും. ആക്റ്റസറസ്, നമ്മളെപ്പോഴും പറയുന്നത് ഒന്നില്ലെങ്കിൽ മെൻസറിയ അല്ലെങ്കിൽ ആക്റ്റസറസ്. അപ്പോൾ പാറ്റേൺ നോക്കുമ്പോൾ അങ്ങനെ വലിയൊരു ഡീവിയേഷൻ ഇല്ല. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അസേർഷൻ മോഡൽ ക്വസ്റ്റ്യൻ ആണ് വന്നത്. അതുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെ ജോബ് സെക്യൂരിറ്റിക്ക് ക്വസ്റ്റ്യൻസുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്തവണ സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ, അതായത് ബോത്ത് എ ആൻഡ് ആർ ഈസ് കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ റീസൺ ഓഫ് എ എന്ന് ചോദിക്കുന്നതിന് പകരം വിച്ച് ഈസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ്, അത് കുറച്ച് സമയം എടുക്കുന്നതാണ്. ഞാൻ എൻ്റെ കുട്ടികളോടും നമ്മുടെ യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ട്, അത്തരം ചോദ്യങ്ങൾ ടഫല്ല. പക്ഷെ 4 ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യസഭ ചെയർമാൻ, വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്, അങ്ങനത്തെ 4ഓളം ക്വസ്റ്റ്യൻ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമാണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു എന്ന് പറയുന്നത്. പക്ഷെ ജോബ് സെക്യൂരിറ്റി ടീമിന് വളരെ സന്തോഷമുണ്ട്. സമാനമായ തിങ്കിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനഫ് വി കുഡ് പ്രാക്ടീസ് അവർ സ്റ്റുഡൻസ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. റീസണിങ് ഏരിയയിൽ നിന്ന്, അതായത് ലീഗൽ റീസണിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫാക്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നില്ല. അപ്പം നമ്മൾ അത് വന്നില്ലല്ലോ ഇത് വന്നില്ലല്ലോ. BNSും നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. മാറിയ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ലേറ്റസ്റ്റ് ജഡ്ജ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നൽകുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഇത്രയും ഒക്കെ നമ്മളുടെ കയ്യിൽ സ്റ്റോറിങ് നോളജ് ഉള്ളത് കൊണ്ടായിരിക്കാം ഐ ബിലീവ് ദിസ് കുഡ് ഹാവ് ബീൻ വെരി ഈസി ഫോർ യു. അല്ലാതെ നമ്മൾക്കെല്ലാം കൃത്യമായി ഇന്നതാണ് പഠിച്ചു പോകേണ്ടത് എന്ന് അറിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജനറലി നോക്കിയാൽ ലീഗലിൽ വന്ന ക്വസ്റ്റ്യൻ്റെ ഒരു 45-42 ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാര്യമായി സ്കോർ ചെയ്യാൻ വലിയൊരു സ്കോപ്പ് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ഫെമിലിയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ലീഗലിൽ വലിയൊരു സർപ്രൈസ് എലിമെൻ്റ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് സർപ്രൈസ് എലിമെൻ്റ് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, വ്യത്യസ്ത മോഡലിലുള്ള വ്യത്യസ്ത ലെവൽ ഓഫ് ഡിഫിക്കൽറ്റിയിലുള്ള 100ഓളം മോക്കിലൂടെ കുട്ടികളെ കടത്തിവിടാൻ പറ്റിയതുകൊണ്ടാണ്. അപ്പോൾ ലീഗലിൽ നല്ലൊരു സ്കോറിംഗ് ഇപ്രാവശ്യം എല്ലാവർക്കും നടത്താൻ സാധിച്ചിട്ടുണ്ടാകും എന്നാണ് മൊത്തം വിലയിരുത്തൽ. ലീഗലിനേക്കാൾ താരതമ്യേന എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കിൽ ഇംഗ്ലീഷ് ആയിരുന്നു കുറച്ചുകൂടെ എളുപ്പമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് വാക്കുകൾ നമ്മൾ ബുക്കിലുള്ളതും ആൻറ്റോണിം സിനോണിമിൻ്റെയും വലിയൊരു ഒരു കണ്ടൻ്റാണ് നമ്മൾ ഷെയർ ചെയ്തിരുന്നത്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി ഒരു കംഫർട്ടബിളായ കുട്ടിക്ക് 15-ൽ വേണമെങ്കിൽ ഒരു 10 സുഖമായി സ്കോർ ചെയ്യാമെന്നുള്ള സാഹചര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കറണ്ട് അഫയേഴ്സിൽ സ്റ്റാറ്റിക് GK ആണ് കുറച്ച് കൂടുതലായി വന്നതെങ്കിൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിവിടെ അതിൻ്റെ കാറ്റഗറി പറഞ്ഞു കൊടുത്തായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യമായി ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇത്തരം ചോദ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കുട്ടികൾ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, കട്ട് ഓഫ് കുറച്ച് മേലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ നെഗറ്റീവ് മാർക്ക് നിർണായകമാകാൻ സാധ്യതയുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും വ്യത്യസ്തമായ ഈ പരീക്ഷ എങ്ങനെ പോയി എന്നുള്ളത്
ജോബ് സെക്യൂർ ആൻഡ് ലോ എമിനൻസ് ഫാക്കൽറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ദാറ്റ് വാസ് എ ഫാൻറ്റാസ്റ്റിക് എക്സാം ഫോർ ദ ഫാക്കൽറ്റി ടീം ബിക്കോസ് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ഒരു റൂട്ടിലൂടെ തന്നെ ഇത് പോയിട്ടുണ്ട്. റിസൾട്ടിന് നമുക്ക് കാത്തു നിൽക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ വേറെ എന്തായിരുന്നു ഇനി ചാലഞ്ചസ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. സോ ദാറ്റ് വാസ് എ വെരി ഗുഡ് എക്സാം. ബാക്കി സബ്ജക്ട്സിൻ്റെത് നിങ്ങൾ ഓരോന്നായിട്ട് കേൾക്കുക. KGF-ന്റെ യാഷ് പറഞ്ഞ പോലെ വയലൻസ് വയലൻസ് വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് ബട്ട് വയലൻസ് ലൈക്സ് മീ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഈസി 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 എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്. എല്ലാവരും എക്സാമിന് വന്ന ഇടിയൻ തന്നെ മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറയുന്നു ഇറ്റ് വാസ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്. എളുപ്പമായിരുന്നു അല്ലേ? പീസ് ഓഫ് കേക്ക് ഇടിയം ചോദിച്ചു. ഇംഗ്ലീഷിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ മൊത്തത്തിൽ പറയാനുള്ളത് ഈസി ആയിരുന്നു എന്ന് തന്നെയാണ്. നല്ല എളുപ്പമുള്ള എക്സാമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ, കാരണം നമ്മൾ മുന്നേ 50 ചോദ്യം ഉണ്ടാകുമ്പോൾ ഓരോ ഏരിയ 5 എണ്ണം വന്നിരുന്നിടത്ത് ഇത് 3 എണ്ണം 2 എണ്ണം ഒക്കെ ആയിട്ട് ചുരുങ്ങി. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്ന ഏരിയകൾ കുറഞ്ഞു വരാനാണ് സാധ്യത. 5 എണ്ണം ചോദിച്ചത് 3 എണ്ണം ചോദിക്കുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൃത്യമായിട്ട് നമ്മളെ മക്കളുടെ അടുത്തും യൂട്യൂബിൽ നമ്മളെ കേൾക്കുന്നിടത്തും മക്കളുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു അനാലിസിസിലേക്ക് വരുമ്പോൾ സ്പെല്ലിംഗ് നോക്കുമ്പോൾ പണ്ട് 5 എണ്ണം ചോദിച്ചിരുന്നു, അത് 2-3 എണ്ണമായി ചുരുങ്ങി. പക്ഷേ ചോദിച്ചതോ വളരെ സിമ്പിളായിട്ടുള്ള അബൻഡൻസ്, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് പോലുള്ള സ്പെല്ലിംഗ്. അതൊന്നും കാരണം അച്ചീവ്മെൻറ്റിലൊക്കെ ഈ IEEI കോമ്പിനേഷൻസിൻ്റെ കളിയൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ വരികയാണെങ്കിൽ ആൻറ്റോണിമോ നോക്കുകയാണെങ്കിൽ അമ്യൂസ്, ഇൻറ്റർഫിയർ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് കുട്ടികൾ പറഞ്ഞത്. സിനോണിംസിലേക്ക് വരുമ്പം എഫ്ലുവൻ്റ്, അബോളിഷ് പോലുള്ള വാക്കുകൾ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ ക്വാറൻറ്റൈൻ പോലുള്ള വാക്കുകളൊക്കെയാണ് ചോദിച്ചത്. ഈ ഒരു നമ്മൾ ഈ ഇംഗ്ലീഷിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമല്ലോ, അതായത് ഇപ്പോൾ ഒരു വൊക്കാബുലറി പാർട്ടും ഗ്രാമർ പാർട്ടും. വൊക്കാബുലറി പാർട്ടിലേക്ക് നോക്കുമ്പോൾ ഇഡിയം വരെയുള്ള ഏരിയയാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഇഡിയത്തിലേക്ക് വരുമ്പോൾ ബ്രേക്ക് ദ ലെഗ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇഡിയമാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും കണ്ടെത്താനെന്നുള്ളത്. പീസ് ഓഫ് കേക്ക് ചോദിച്ചു. പിന്നെ മക്കൾ പറഞ്ഞത് ഔട്ട് ഓഫ് ദി ബ്ലൂ ആണോ ബോൾഡ് ഫ്രം ദി ബ്ലൂ ആണോ എന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടാണെങ്കിലും അത് എളുപ്പമായിട്ട് വരുന്നതാണ്. പിന്നെ കോൾഡ് ബ്ലഡ് ആണോ കോൾഡ് ഫീറ്റ് ആണോ എന്നുള്ളതിലും എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ട്. കോൾഡ് ഫീറ്റ് ആണെങ്കിലും കോൾഡ് ബ്ലഡ് ആണെങ്കിലും രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ വൊക്കാബുലറി പാർട്ടിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇറ്റ്സ് ക്ലീൻ സ്വീപ്പ് എന്നൊക്കെ പറയില്ല, അങ്ങനെ നമ്മുടെ മക്കൾക്ക് സ്കോർ എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് വൊക്കാബുലറി പാർട്ടിനെ എനിക്ക് അനാലിസിസ് ചെയ്യാനുള്ളത്. ഗ്രാമറിൻ്റെ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സ്പോട്ട് ദിയർ ചോദിച്ചു, അതുപോലെ തന്നെ പ്രൊപ്പസിഷൻ ചോദിച്ചു, പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിച്ചു. പക്ഷേ റിപ്പോർട്ടഡ് സ്പീച്ച് വളരെ സിമ്പിളായിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്ഥിരമൊക്കെ കുറച്ചൊരു കട്ടിയിലാണ് വരുന്നത്. ഇത്തവണ കുറച്ചൊരു സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ 3 സംഗതികളും വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ വർക്ക് ബുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ സ്ട്രെച്ചിൽ വർക്ക് ബുക്കുകൾ നന്നായിട്ട് അവർ ഓഫ്ലൈനിൽ വന്ന് ഇരുത്തി അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരിക്കും അവർക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ വന്നത്. ഓഫ്ലൈനിൽ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം അങ്ങനെ ഉണ്ടാവില്ല. അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കുട്ടികളുടെ ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു. അവർ അത് ലാസ്റ്റ് ലാപ്പിൽ വർക്ക് ബുക്ക് ചെയ്തത് ഗുണമായി എന്ന് പറയുകയുണ്ടായി. എനിക്ക് അങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ജമ്പിൾഡ് സെൻറ്റൻസും ഗ്രാമറിൻ്റെ ഏരിയയിൽ ജമ്പിൾഡ് സെൻറ്റൻസ്, സ്പോട്ട് ദിയർ, പ്രൊപ്പോസിഷൻ, റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാം വളരെ എളുപ്പമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ചോദിച്ചു, പിന്നെ ജമ്പിൾഡ് സെൻറ്റൻസ് ചോദിച്ചു. എനിക്കൊരു വളരെ ഒരു ട്വിസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഒരു ഡിഫറൻറ്റ് സാധനമായിട്ട് ഈ വർഷം തോന്നിയ ഒരു സംഗതി ചേഞ്ച് ഇൻ ടു ഇൻട്രഗേറ്റീവ് എന്ന് പറഞ്ഞിട്ടല്ലേ. ഹീ വിൽ ബി ഹിയർ ഇൻ 10 minutes എന്നൊക്കെയാണ് മക്കൾ ചോദ്യം ഓർത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഹീ വിൽ ബി ഹിയർ ഇൻ 10 minutes ഇതിന് ഇൻട്രഗേറ്റീവിലേക്ക് മാറ്റുക എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് അതിനകത്തൊരു കുറച്ചൊരു സ്ഥിരം കാണാത്ത രീതിയിലുള്ളതായിട്ട് തോന്നിയത്. ബാക്കിയുള്ളത് മുഴുവൻ സ്ഥിരമായി നമ്മൾ കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഒരു ഭയങ്കര പ്രശ്നമാണ്, ഇംഗ്ലീഷ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊന്നും ഇത്തവണത്തെ പരീക്ഷയിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അസസ്മെൻറ്റ്. പിന്നെ എനിക്ക് ഒരു ഡിഫറെൻറ്റ് തിങ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർഫേസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഒരു പക്ഷേ റീഡിംഗ് കോംപ്രഹെൻഷൻ ഒളിമ്പിക്സിനെ കുറിച്ചാണ് പാസേജ് ചോദിച്ചത്. ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ ഒളിമ്പിക്സിനെ കുറിച്ച് ചോദിച്ചിട്ട് പല സ്ഥലങ്ങളിൽ ചോദിച്ചു. അതൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടൈം വലിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഒരു പാസേജ് വരുന്നു, അതിൽ നിന്ന് ഒരു 5 ചോദ്യങ്ങൾ അടുപ്പിച്ച് വന്നാൽ കുട്ടിക്ക് പാസേജ് മനസ്സിൽ നിൽക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു തവണ പാസേജ് ചോദിച്ചു, ആ പാസേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടാണ് വീണ്ടും പാസേജ് വന്നിട്ട് ചോദ്യം ചോദിക്കുന്നത്. അതെനിക്കൊരു ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നി. കാരണം കുട്ടി ഇത് വേറെ പാസേജാണെന്ന് വിചാരിച്ചിട്ട് പകുതി വായിക്കുമ്പോഴാണ് ഇത് ഞാൻ നേരത്തെ വായിക്കേണ്ടതാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരികയും ഇതിപ്പോൾ ഞാൻ രണ്ടാമത് വായിക്കേണ്ടല്ലോ. അപ്പോൾ അതവൻ്റെ ടൈം എടുക്കാൻ വേണ്ടി ചെയ്ത ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഈ ഒരു ഗ്രാമർ പാർട്ടിലും മറ്റ് ഒരു ഡിഫറൻസും നമുക്ക് കാണാനില്ല. ഈ പാസേജ് ഇങ്ങനെ ചോദിക്കും എന്നുള്ളതും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. 2022 നമ്മുടെ മുന്നിലൊരു മോഡലാണ്, അന്ന് ഇങ്ങനെ ചോദിച്ചു എന്നും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാ രീതിയിലും ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമുള്ള ഒന്നായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നമുക്കിനി ക്ലീ 2024 GK ഒരു അനാലിസിസിലേക്ക് പോവാം. GK നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു മുൻപത്തെ വീഡിയോസിലൊക്കെ 45 മാറി 25 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്.
4 5 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വരാനേ ചാൻസ് ഉള്ളൂ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 4 ക്വസ്റ്റ്യൻസേ കറണ്ട് അഫയേഴ്സ് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റാറ്റിക് GK ആണ് ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളത്. അതും വലിയൊരു കുഴപ്പമില്ലാത്ത ഈസി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം GKയിൽ ഇട്ടിട്ടുള്ളത്. നമ്മുടെ ജോബ് സെക്യൂരിറ്റിയുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത ആളുകൾക്ക് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ വർക്ക് ബുക്ക്, അത് ഗൈഡ്, അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി റിലീസ് ചെയ്യുന്ന ഡൈജസ്റ്റ് ഒക്കെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് സിംപ്ലി ഒരു 20+ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഈ വർഷം ക്ലിയർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത്. നമ്മൾ ഡൈജസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ വന്നു, ബ്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു, അത് നമ്മുടെ ഡൈജസ്റ്റിലും വർക്ക് ബുക്കിലും ഇൻക്ലൂഡഡ് ആണ്. സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഗൈഡിലും വർക്ക് ബുക്കിലും ജോബ് സെക്യൂരിറ്റിയുടെ മെറ്റീരിയൽസിൽ കവേർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുന്ന സമയത്ത് വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവൽ, അതുപോലെ തന്നെ ഒരു കേരളം സ്റ്റേറ്റ് തൊട്ടിട്ട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരെ GKയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ സ്ഥിരമായിട്ട് പറയുന്നതാണ്. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് തന്നെ ലക്ഷദ്വീപ് റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷദ്വീപ് നോക്കണം, ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ലക്ഷദ്വീപ് റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് UN, അതുപോലെ തന്നെ ബ്രിക്സ്, രണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. UN ആണെങ്കിലും ബ്രിക്സ് ആണെങ്കിലും ഈ വർഷം വരുന്ന ഏകദേശം 90% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നീട് സ്പോർട്സ് വന്നിട്ടുണ്ടായിരുന്നു. T20 വേൾഡ് കപ്പ് ഫൈനൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നോക്കുന്ന സമയത്ത് ഹിസ്റ്ററിയിൽ നിന്ന് ഡണ്ടി മാർച്ച് വന്നിട്ടുണ്ട്. ഡണ്ടി മാർച്ച് എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ജാലിയൻ വാലാബാഗ് വന്നിട്ടുണ്ട്. ജാലിയൻ വാലാബാഗിൻ്റെ ഡേറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ജോഗ്രഫിയിൽ നോക്കുന്ന സമയത്ത് സ്യൂയിസ് കനാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സോളാർ സിസ്റ്റം 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുട്ടികൾ പറഞ്ഞ പ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെയായിരുന്നു, വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. നൊബേൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വിന്നർ ഓഫ് നൊബേൽ പ്രൈസ് ആണ് ക്വസ്റ്റ്യൻ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ, യൂണിയൻ ടെറിട്ടറീസിൻ്റെ ക്യാപിറ്റൽ, ആസാം ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ക്യാപിറ്റലാണ് ചോദിച്ചിട്ടുള്ളത്. GKയിൽ വന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പറയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അത്. പിന്നെ നമ്മുടെ ഇൻഡസ് റിവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് GK ഐഡിയ ഉള്ള ഒരാൾക്കും അതുപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്ത ആൾക്ക് സിമ്പിളായിട്ട് ഒരു 20+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന GKയുടെ ക്വസ്റ്റ്യൻസ് ആണ് ക്ലീ 2024 വന്നിട്ടുള്ളത്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് 15 ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ 15 ക്വസ്റ്റ്യൻസിൽ 15ഉം വേണമെങ്കിൽ ശരിയാക്കാമായിരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ നിലവാരം കുട്ടികൾ അറിഞ്ഞതനുസരിച്ച് ഏകദേശം 12ഓളം ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാവർക്കും ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടാവും. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യേണ്ട 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. പക്ഷേ നമ്പർ സീരീസ് ഇന്നേ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമ്പർ സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. കോഡിംഗ്, ഡീകോഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഏവറേജ്, റേഷ്യോ, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു നമ്പർ കൊടുത്തിട്ട് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണിത്, അങ്ങനെയാണെങ്കിൽ നമ്പർ ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. അതൊക്കെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ ജോബ് സെക്യൂരിറ്റിയുടെ മോക്ക് ടെസ്റ്റിലൂടെ പോയിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗൈഡിലൂടെ പോയിട്ടുള്ളവർക്കറിയാം, സില്ലോജിസം ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സില്ലോജിസം ഏരിയയൊക്കെ നന്നായി പഠിച്ചൊരു കുട്ടിക്ക് മുഴുവൻ ശരിയാക്കാവുന്ന ടൈപ്പായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം അനലൈസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ മെൻ്റൽ എബിലിറ്റി ഏരിയയിൽ നിന്ന് 12 ക്വസ്റ്റ്യനിലധികം ശരിയാക്കാവുന്ന ടൈപ്പാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻസ് മുഴുവൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എക്സാം കഴിഞ്ഞു, ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക. കഴിഞ്ഞ കുറേ ദിവസം ഇതിൻ്റെ ഒരു സ്ട്രെസ്സും അതൊക്കെ ആയിട്ട് അങ്ങനെ ഓടി നടന്ന മക്കളായിരിക്കും. അതെന്താ എഴുതിയത്, ഇതെന്താ എഴുതിയത്, നിൻ്റെത് കറക്റ്റാണോ, ഇതാണോ, അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മൾ വിചാരിക്കുന്നത് ഇന്നൊരു വെയിറ്റൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും ആൻസർ കീ റിലീസാവുമെന്നാണ് പൊതുവെ അങ്ങനെ കാണാറുണ്ട്. മാക്സിമം പോയാൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആൻസർ കീ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു അനാലിസിസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നടത്തുക. കട്ട് ഓഫ് ഇത്രയോ അങ്ങനെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, വരട്ടെ. അതൊക്കെ വരും പോലെ വരും. നമ്മൾ ആ പ്രോസസ്സ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു എക്സാം എനിക്ക് ഇത്തിരി ടഫായി പോയ ഒരാൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അയ്യോ പോയേ എല്ലാം പോയി എന്നൊന്നും ചിന്തിക്കേണ്ട. ഒരു എക്സാം ടഫായെന്ന് വിചാരിച്ച ജീവിതത്തിലൊന്നും സംഭവിക്കാനില്ല. നമ്മളെ അടുത്തൊക്കെ തന്നെ പലപ്പോഴും കുട്ടികൾ റിപ്പീറ്റ് ചെയ്യാൻ വരാറുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുട്ടികൾക്ക് നല്ല റിസൾട്ടിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ ഒരു കണക്ക് നോക്കുമ്പോൾ റാങ്കിലേക്ക് വന്ന കുട്ടികൾ പലരും റിപ്പീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും ആലോചിക്കുന്ന കുട്ടികൾക്ക് ആലോചിക്കുക. അപ്പോൾ ഇതൊരു അവസാനമായിട്ടൊന്നും ആരും കാണേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് ജോബ് സെക്യൂരിറ്റി ഫാക്കൽറ്റിയുടെ ഒരു മൊത്തം അനാലിസിസ് പ്രകാരം ഈ വർഷത്തെ എക്സാം നല്ല എളുപ്പം തന്നെയായിരുന്നു.
അതിൽ ഞങ്ങളോടൊപ്പം വന്ന എല്ലാവരെയും, ഞങ്ങളുടെ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മളെ കണ്ട നമ്മളെ ആ കുട്ടികളെയും എല്ലാം നമ്മളെ മക്കൾ തന്നെയാണല്ലോ. ഈ മക്കളോടൊക്കെ ജോബ് സെക്യൂരിറ്റിയുടെ ഒരു നന്ദിയും കൂടി ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.